ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. നമ്മൾ രാവിലെ നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാലസഭയുടെ രണ്ടാമത്തെ ദിവസമാണ്. കുട്ടികളെല്ലാവരും ഇന്ന് നേരത്തെ പഞ്ചായത്ത് ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ വലിയ സന്തോഷം. ഇനി ലച്ചുമോളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അവൾ ഇന്നലെ ഒട്ടും താല്പര്യമില്ലാതെ എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ ഒരു ബാലസഭാ യോഗത്തിലേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് അവൾ ഈ ഒരു ബാലസഭയിൽ പങ്കെടുത്തത്. ഒന്നാമത്തെ കാര്യം, അവൾക്ക് ഇന്നലെ ഇവിടുത്തെ ടാസ്കുകളും ഗെയിംസുകളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, അവളുടെ കൂടെ പഠിച്ചിരുന്ന 2 കൂട്ടുകാരികളും കൂടെ ഇന്നലെ ഇവിടെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് അവരെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവർ ഇന്ന് എന്തായാലും വരുമെന്ന് അവർ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷവും പിന്നെ ഇതിലത്തെ ഗെയിംസുകളൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആദ്യമേ കുട്ടികളെ കൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു ആത്മവിശ്വാസമാണ് അവിടെ വളർത്തുന്നതില്ലേ. ഒരു സഭയിൽ ആ കുട്ടികൾക്ക് എണീറ്റ് നിന്ന് അവരുടെ പേരും അവരുടെ മേൽവിലാസവും പറയാൻ പറ്റുക എന്നുള്ളത് ഒരു കുട്ടിയുടെ വലിയൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ കൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യിച്ചു. പിന്നെ നമ്മുടെ ബാലസഭ യോഗത്തിൻ്റെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ കുട്ടികളെ ആദ്യം ഓരോരോ ഗ്രൂപ്പുകളായിട്ട് 4 ഗ്രൂപ്പായി തിരിച്ചു. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഓരോ ടാസ്കുകളും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, 80ഓളം കുട്ടികളാണ് ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോരോ കുട്ടികളിൽ ഉണ്ടാവുന്ന എന്താ പറയുക, ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ അവരത് എത്ര മനോഹരമായിട്ടാണ് അവരുടെ ഓരോരോ കുട്ടികളിൽ വരുന്ന ആശയങ്ങൾ ഒരുപാട് വ്യത്യസ്തമാണ്. പല പുസ്തകങ്ങളിലും ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ. അത് വളരെ സത്യമാണ്. നമ്മൾ എത്ര പ്രായമുള്ളവരാണ്, നമ്മൾ ഒരുപാട് മുതിർന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. കാരണം വിവിധ തലങ്ങളിൽ നിന്നാണ് ഈ ഒരു കുട്ടികൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് എത്തിയിട്ടുള്ളത്. പല കുടുംബങ്ങളിൽ നിന്ന്, പല സാഹചര്യങ്ങളിൽ നിന്ന്. അവരിൽ നിന്നെല്ലാം നമ്മൾക്ക് കണ്ടു പഠിക്കാനും കേട്ടു പഠിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാം ഞാൻ ഒരുപാട് കൗതുകത്തോട് കൂടിയിട്ടാണ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കുട്ടികളുടെ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കെന്താ അങ്ങനെ തോന്നാഞ്ഞത് എന്ന് വരെ തോന്നിയിട്ടുണ്ട്, ഓരോരോ കുട്ടികൾ ഓരോ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ. പിന്നെ മാത്രമല്ല, നമ്മൾ ഓരോ ടൈമിന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ടീ ബ്രേക്കിൻ്റെ ടൈം ആകുമ്പോൾ, ഫുഡിൻ്റെ ടൈം ആകുമ്പോഴെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോരോ കുട്ടികളും ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാ കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളും തന്നെ ആയിരുന്നു. കാരണം നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കുട്ടികളെ നമുക്ക് ഓരോരോ കുട്ടികളായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. അത് വളരെ ലെങ്തായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ബാലസഭ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. കാരണം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് അവർ ബോറടിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ പുറത്ത് വിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം നായ്ക്കളുടെ ശല്യം, പിന്നെ ഇപ്പോൾ വൈറൽ താരമായിക്കൊണ്ടിരിക്കുന്ന പാമ്പുകൾ, ഇതൊക്കെ കൊണ്ടിട്ട് തന്നെ നമ്മൾ പാരൻസിന് കുട്ടികളെ പുറത്ത് പറഞ്ഞയച്ച് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ വിടാൻ പേടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഒത്തുകൂടൽ കുട്ടികൾക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് കുട്ടികളെല്ലാവരും. പിന്നെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സാലഡ്, ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ. കുട്ടികളെല്ലാം കറക്റ്റ് അവരെല്ലാവരും ക്യൂവിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് എന്ത് നല്ല അനുസരണയോട് കൂടിയിട്ടാണ് അവർ കഴിക്കുന്നത്. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അവർക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് വട്ടംകുളം പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൻ്റെ ഒരു മാപ്പ് വരയ്ക്കുക, അതിലോട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുക, അതൊക്കെയായിരുന്നു ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കും വളരെ കൗതുകം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ടാസ്ക് ആയിരുന്നു അടുത്തതുണ്ടായിരുന്നത്. അതായത് പേപ്പർ ഉണ്ടാക്കുന്നത്. അത് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള, നമ്മുടെ ബാലസഭയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ആ ഒരു ടീച്ചർ എന്ത് രസമായിട്ടാണ് ആ ഒരു പേപ്പർ നിർമ്മാണത്തിൻ്റെ ആ ഒരു നിർമ്മിതിയൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഒരുപാട് എനിക്കും അതൊരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് അറിവുകൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബാലസഭയിലൂടെ എനിക്കും കിട്ടി. കാരണം കുട്ടികളിലൂടെ വലിയവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ടെന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് ഈ ഒരു ബാലസഭ വഴി എനിക്ക് ഒരുപാട് അറിവുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ പിന്നെ പേപ്പർ മേക്കിംഗ് ആയിരുന്നു.
കുട്ടികളെല്ലാവരും അവർ ഓരോരുത്തരും അങ്ങനെ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഓരോരോ കുട്ടികളിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ, കാരണം അത് കേൾക്കുന്ന മറ്റുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ വിഷമം വരാം. ചിലപ്പോൾ എന്തുകൊണ്ട് എന്നെ പറഞ്ഞില്ല, നമുക്ക് ഇത്രയും കുട്ടികളെ നമുക്കൊരു വീഡിയോയിൽ ഒതുക്കി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാ കുട്ടികളും പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വളരെ ലെങ്തി ആയിരിക്കും വീഡിയോ. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് ഓരോരോ കുരുന്നുകളിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ കുട്ടികൾ പേപ്പർ മേക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നാളെയാണ് അറിയാൻ പറ്റുക, കാരണം നമ്മുടെ ഈ ഒരു ബാലസഭ എന്ന് പറയുന്നത് 3 ദിവസത്തെയാണ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസത്തെ ഫൈനൽ ടാസ്ക്കാണിത്. അപ്പോൾ ഈ ഒരു മോനെ ലാസ്റ്റ് ഈ ഒരു പേപ്പർ ഉണ്ടാക്കി അവൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അവൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയപ്പോൾ അവൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നാളെ കാണണം എന്നുള്ളൊരു വെയിറ്റിങ്ങിൽ കൂടിയാണ് ഈ ഒരു മോനെ. അപ്പോൾ എന്തായാലും നമുക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.